ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ മോപ്പപ്പ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളുടെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MBBS BDS ഒഴിച്ചിട്ടുള്ള മോപ്പപ്പ് റൗണ്ടിലെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ്. കൂടാതെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ MBBS BDSന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പല വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് റൗണ്ടിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇന്ന് രാത്രിത്തോട് വരികയാണെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് തന്നെ 2 ദിവസം വീഡിയോ അപ്ലോഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ സഹകരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ രണ്ടാം അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നു. അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ MBBS BDS കോഴ്സുകളുടെ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഗ്രികൾച്ചർ കോഴ്സിന്റേതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഗവൺമെന്റിൽ മെറിറ്റ് SMൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 5600 ഇത് നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ആണ്. 5600 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഈഴവ കാറ്റഗറിയിലെ 6831 പോയിരിക്കുന്നത്. ഈഴവ കാറ്റഗറിയിൽ 6831. ഇത് കേരള മെഡിക്കൽ റാങ്ക് ആണ്, കാറ്റഗറി റാങ്ക് അല്ല. മുസ്ലിമില് 6340 പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഹിന്ദുവിൽ പോയിരിക്കുന്നത് 8020. ലാറ്റിൻ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 10227 പോയിരിക്കുന്നത്. ധീവര 15159. വിശ്വകർമ്മ 7874. മറ്റു പിന്നോക്ക ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിൽ 10319. കുടുംബി വിഭാഗം 29504. കുശവ വിഭാഗം 16603. SC കാറ്റഗറിയിൽ 17616. ST കാറ്റഗറിയിൽ 29324 പോയിരിക്കുന്നത്. EWS വിഭാഗത്തിൽ 7464 റാങ്ക് പോയിരിക്കുന്നത്. ഓക്കെ, അഗ്രികൾച്ചറിൽ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളില്ല. വെറ്റിനറി കോളേജുകളിലേക്ക് നമുക്ക് നോക്കാം. ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് ജനറൽ മെറിറ്റില് 4172. ഈഴവ 4960. മുസ്ലിം 5104. ബാക്ക്വേർഡ് ഹിന്ദു 5200. ലാറ്റിൻ കാത്തലിക് 5399. ധീവര 11722. വിശ്വകർമ്മ 5122. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 5562. കുടുംബി കുശവ വിഭാഗത്തിലുള്ളവരുടെ ലാസ്റ്റ് റാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25762, 13561. SC വിഭാഗം 16824. ST വിഭാഗം 23038 വരെയുള്ള റാങ്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ആണ്. ഇത് കാറ്റഗറി റാങ്ക് അല്ല. ഇനി ഫിഷറീസ് വിഭാഗത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ജനറൽ പോയിരിക്കുന്നത് 7013 റാങ്ക് വരെയുള്ളവർക്ക് ജനറൽ വിഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട്. 7673 ഈഴവ. മുസ്ലിം വിഭാഗം 7788. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SC വിഭാഗം ST വിഭാഗത്തിലേയും കൂടി നോക്കാം. 18117. SC വിഭാഗം. പട്ടികജാതി വിഭാഗത്തില് അത് ST വിഭാഗത്തില് 29363 റാങ്ക് വരെയാണ് പോയിരിക്കുന്നത്. ഫോറസ്ട്രി കോഴ്സുകളിൽ ഗവൺമെന്റ് കോട്ടയിൽ തന്നെ പോയിരിക്കുന്നത് 6336 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൽ 7086. മുസ്ലിം വിഭാഗത്തിൽ 6445. അതുപോലെ ബാക്ക്വേർഡ് ഹിന്ദു ഇവിടെയൊന്നും ലാസ്റ്റ് റാങ്ക് വന്നിട്ടില്ല. അപ്പൊ പല വിദ്യാർത്ഥികളുടെയും ഒരു സംശയമുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദുവും ലാറ്റിൻ കാത്തലിക് ഒന്നും ഇവിടെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടില്ല. അത് എന്താണ് നമ്മൾ CEയുടെ വെബ്സൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇത് അന്വേഷിക്കാവുന്നതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ലാസ്റ്റ് SC ആൻഡ് ST വിഭാഗത്തിലാണ് 17635 22351 റാങ്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ EWSൽ 7749 വരെയാണ്. ഓക്കെ,
ആയുർവേദം നമുക്ക് രണ്ട് രീതിയിലുണ്ട്. സർക്കാരുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ ഇവിടെ നോക്കാവുന്നതാണ്. ആയുർവേദം ഗവൺമെന്റ് കോളേജുകളിലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ SM പോയിരിക്കുന്ന ജനറൽ മെറിറ്റിൽ പോയിരിക്കുന്നത് 6989 റാങ്ക് വരെയുള്ളവർക്കാണ്. ഈഴവ 7885, മുസ്ലിം വിഭാഗം 7629, ബാക്ക്വേർഡ് ഹിന്ദു 9457 ആണ്. നമ്മളെല്ലാ റാങ്കും വായിക്കുന്നില്ല. SC കാറ്റഗറിയിൽ 18798 റാങ്ക് വരെ പോയിട്ടുണ്ട്. EWS വിഭാഗത്തിലെ 8749 വരെ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 16837 ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ഗവൺമെന്റിൽ ജനറൽ മെറിറ്റിൽ വന്നിരിക്കുന്നത്. ലാസ്റ്റ് SC വിഭാഗത്തിൽ 22,025 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോമിയോ നമ്മൾ സർക്കാർ വിഭാഗത്തിൽ മാത്രമേ ഉള്ളൂ, സർക്കാർ കോളേജ് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളൂ. 8113 വരെയാണ് ജനറൽ മെറിറ്റ് പോയിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഈഴവയിൽ 9002 ആണ് പോയിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറിയിലെ 8521 ആണ്. പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ പരിശോധിക്കാവുന്നതാണ്. EWS വിഭാഗത്തിൽ 11096 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പ്രതീക്ഷ മോപ്പപ്പ് റൗണ്ട് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞതിൽ നമ്മുടെ ഫസ്റ്റ് മോപ്പപ്പ് റൗണ്ടിന്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ പുതുതായിട്ട് വന്നിട്ടില്ല. MBBS കോഴ്സുകളിലേക്കുള്ള മോപ്പപ്പ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒഴിവുകളുടെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാം. രണ്ടാമതായി നമ്മുടെ വീഡിയോയിൽ പറയുന്നത് മോപ്പപ്പ് റൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓഫ് മോപ്പപ്പ് ഓൺലൈൻ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നോക്കുക. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളാണ്. അതായത് ആയുർവേദ, ഹോമിയോ ആൻഡ് അതർ അലൈഡ് കോഴ്സുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് മോപ്പപ്പ് റൗണ്ടിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആയുർവേദ കോഴ്സിന്റെ ഗവൺമെന്റ് കോട്ടയില് ഗവൺമെന്റ് ആയുർവേദ കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് വന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ജനറൽ മെറിറ്റിൽ 9166 വരെയാണ് മോപ്പപ്പ് റൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 9985 ആണ്. മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 8945 ആണ്. ബാക്ക്വേർഡ് ഹിന്ദുവിൽ 9561 ആണ്. ലാറ്റിൻ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 12470 ആണ്. ഇതുപോലെ തന്നെ SC കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 20140 ആണ്. SC കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. STയിൽ 29039. ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ കടക്കുമ്പോൾ ആയുർവേദത്തിലെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കും. 22,113 വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ട്. കാറ്റഗറി വൈസ് ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിൽ 23,840 വരെ പോയിട്ടുണ്ട്. ഈഴവ കഴിഞ്ഞാൽ ഏതാ? മുസ്ലിം കാറ്റഗറിയിൽ 24,379 വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ SC കാറ്റഗറിയിൽ 28,136 വരെ പോയിട്ടുണ്ട്. ഓക്കെ. BSc ഫോറസ്ട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ മെറിറ്റിൽ 8,864 ആണ് മോപ്പപ്പ് റൗണ്ട് ലാസ്റ്റ് റാങ്ക്. ഈഴവ 9,719, മുസ്ലിം 9,223, ബാക്ക്വേർഡ് ഹിന്ദു 9,874 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ഫിൽഡ് ആയിരിക്കും. അതായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ റാങ്ക് ഡിസ്പ്ലേ ചെയ്യാത്തത്. BUMSൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് യുനാനി കോഴ്സിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 25,726 ആണ് ജനറൽ മെറിറ്റിൽ പോയിരിക്കുന്നത്. ഈഴവ 31,953 ആണ് പോയിരിക്കുന്നത്. SC വിഭാഗം 31,634 ആണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. BSMS കോഴ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്
ജനറൽ മെറിറ്റിൽ 26,196 റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈഴവ 31,434, മുസ്ലിം 26,317. ഈ രീതിയിൽ നമുക്ക് എല്ലാം കാണാവുന്നതാണ്. അതുപോലെ തന്നെ SC നോക്കിക്കഴിഞ്ഞാൽ 30,789. ഓക്കെ, ഇനി ഹോമിയോ നമ്മൾ നോക്കി, ഹോമിയോയിലേക്ക് BHMSലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ജനറൽ മെറിറ്റിൽ നമുക്ക് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 11,805 ആണ്. 11,805 വരെയുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എല്ലാ കാറ്റഗറി വൈസിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വെറ്റിനറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കോളേജുകളാണുള്ളത്. അതിന്റെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 4,565 വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ 6,601 പോയിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദുവില് 7,464, SCയില് 15,677. ഫിഷറീസിൽ നമ്മൾ നോക്കുമ്പോൾ 10,106 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഈഴവ 10,385, മുസ്ലിം 10,129, ലാറ്റിൻ കാത്തലിക് 13,846, SC 20,493. BSc അഗ്രികൾച്ചറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. അതിൽ ജനറൽ മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 8,528. ഈഴവയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8,020. മുസ്ലിം കാറ്റഗറിയിൽ 8,641. ലാറ്റിൻ കാറ്റഗറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 12,876. വിശ്വകർമ്മയിൽ 9,194. SCയിൽ 20,323. ഇതാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ടിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അടുത്തത് മോപ്പപ്പ് റൗണ്ടാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.